എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഈ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. കുറച്ച് നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ 6th സെമ്മിൽ വീണ്ടും കണ്ടുമുട്ടാണ്. ഈ സെമ്മിൽ ഒരു പേപ്പറാണ്, അതും ട്രീസമിസുമായിട്ട് ഷെയർ ചെയ്യുന്നൊരു പേപ്പറാണ്. പേപ്പറിൻ്റെ പേര് നിങ്ങൾ പുസ്തകമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും ഞാൻ വെറുതെ കാണിക്കുകയാണ്. റൈറ്റിംഗ് ഫോർ ദ മീഡിയ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇത് തന്നെയാണ് സബ്ജക്റ്റും. ഈ സബ്ജക്റ്റ് നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നൊരു സബ്ജക്റ്റാണ്. നമ്മളുമായിട്ടെന്ന് പറഞ്ഞാൽ ജേർണലിസവുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റാണ്. ഹെഡിങ്ങിൽ തന്നെ അത് മനസ്സിലാവും. റൈറ്റിംഗ് ഫോർ ദ മീഡിയ. എങ്ങനെ മാധ്യമങ്ങൾക്ക് വേണ്ടി എഴുതണം. നമുക്കറിയാം, പത്രത്തിനൊരു സ്റ്റൈലുണ്ട്, ഒരു വേ ഓഫ് റൈറ്റിംഗ് ഉണ്ട് അവരുടെ. അതുപോലെ തന്നെ ടി വി ന്യൂസിൻ്റെ ആങ്കറിങ്ങിന് അല്ലെങ്കിൽ ടി വിയിലൊരു പ്രോഗ്രാമിനെ സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു രീതിയുണ്ട്. റേഡിയോയ്ക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു രീതിയുണ്ട്. ഈ റേഡിയോയിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതി വരാനൊരു കാരണം കൂടിയുണ്ട്. റേഡിയോ ഒരു ഓഡിയോ മീഡിയമാണ്. ടി വിയെ സംബന്ധിച്ചിടത്തോളം ടി വി എന്ന് പറയുന്നത് വിഷ്വൽ ഓഡിയോയാണ്. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും സഹായമുണ്ട്. അതേസമയം അപ്പുറത്ത് ഒരൊറ്റ രീതിയിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അവർക്ക് കൈകൊണ്ടോ മറ്റ് ശരീരഭാഗങ്ങൾ കൊണ്ടോ പ്രകടമാക്കാൻ കഴിയാതെ വരുന്ന അവരുടേതായിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ, അതൊന്നും റേഡിയോയിലൂടെ നമുക്ക് സ്വായത്തമാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ ടി വി വേണം. പത്രത്തിന് ഈ പറഞ്ഞതൊന്നുമില്ല. കേൾക്കാനും പറ്റില്ല, കാണാനും പറ്റില്ല, വായിക്കാൻ പറ്റും. അക്ഷരങ്ങളിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ടെക്നിക്ക് വേറെ ആയിരിക്കണം. ഇതാണ് റൈറ്റിംഗ് ഫോർ ദ മീഡിയ. സോറി. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ടെക്നോളജിയാണ് ആരുപയോഗിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേരുപയോഗിക്കുന്ന നവമാധ്യമങ്ങൾ, ഇൻ്റർനെറ്റ്. അപ്പോൾ എങ്ങനെയാണ് ആർട്ടിക്കിൾ എഴുതേണ്ടത്, എങ്ങനെയാണ് ഫീച്ചർ എഴുതേണ്ടത്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് വരേണ്ടത്, എങ്ങനെയാണ് ഒരു ന്യൂസ് സ്റ്റോറി കണ്ടെത്തേണ്ടത്, ഏതാണ് ഒരു ന്യൂസ് സ്റ്റോറി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുക, ഇതൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഒരു പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്നുള്ള ഘടകത്തിൽ നമ്മൾ വളരെ ക്ലിയറായിട്ട് പഠിച്ചതാണ്. എഡിറ്റോറിയൽ, ന്യൂസ്, അതുപോലെ തന്നെ ബയോഗ്രഫി, റിവ്യൂസ്, അതുപോലെ എഡിറ്റോറിയലിന് പകരം ചില സമയങ്ങളിൽ അഡ്വർട്ടോറിയൽ, ഒബിച്വറി പേജ്, ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്തിനെയാണൊരു വാർത്തയായിട്ട് കണക്കാക്കാൻ പറ്റുക. കോൺസിക്വൻസസ് ചില സമയത്ത് വാർത്തയായി മാറാം. ചില സമയത്ത് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വാർത്ത എന്ന് വിളിക്കാം. ഒരു അപകടം സംഭവിച്ചാൽ അതിനെ വാർത്ത എന്ന് പറയാം. അപ്പം അങ്ങനെ വാർത്ത എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ വരേണ്ട വിഷയമെന്ന് പറയുന്നത് പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യപ്പെടുക. അപ്പം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ബേസിക്കായിട്ടും പ്രിൻ്റ് മീഡിയയിലേക്ക് എങ്ങനെ എഴുതണം, മീഡിയയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ എങ്ങനെ എഴുതണം. ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരനൊരു കത്തെഴുതി, എൻ്റെ പാരൻറ്റിനൊരു കത്തെഴുതി. ആ കത്തിനൊരു രീതിയുണ്ട്. അതുപോലെ തന്നെയാണ് പ്രിൻ്റ് മീഡിയയിലൂടെ എഴുതുമ്പോഴും മീഡിയയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ജേർണലിസം ടോപ്പിക്കുമായിട്ടാണ്. കാരണം ഇനി തുടർന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള മറ്റു ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും.
ഇത് നമ്മൾ മുമ്പ് ഇവിടെ പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പം അതുകൊണ്ട് ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ സഹായകരമാവുന്നത് നമ്മളുടെ പഠനത്തിനായിരിക്കും, ഈ ടോപ്പിക്കിൻ്റെ പഠനത്തിനായിരിക്കും. ഏറ്റവും എളുപ്പമുള്ള ഈ സെമസ്റ്ററിലെ പേപ്പറാണ് റൈറ്റിംഗ് ഫോർ ദ മീഡിയ. കാരണം അതിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ജേർണലിസം ഇത്തിരിയും കൂടി താല്പര്യത്തോടു കൂടി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ പഠിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നത് കൊണ്ട് അതിനെടുത്ത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. 2, വളരെ ലൈറ്റായിട്ടുള്ള ഭാഷയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്കിവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ, അതായത് അതിൽ നിന്നുള്ള നോളജ് എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇൻട്രോയിൽ ഇതിലെ ലെസൺസ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെസൺ പ്രിൻ്റ് മീഡിയ ആണ്. ഇപ്പോൾ എന്തായാലും കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തുടക്കം കുറിക്കുന്നത്, അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് പ്രിൻ്റ് മീഡിയയാണ്. കാരണം ഏറ്റവും ആദ്യം ഉണ്ടായ കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ്. മാസ് കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വിളിക്കാവുന്ന മീഡിയയാണ്. ഇനിയുള്ളത് ഇലക്ട്രോണിക് മീഡിയയാണ്. റേഡിയോ ഇലക്ട്രോണിക് ആണോ എന്ന് ചോദിച്ചാൽ ചില റേഡിയോസ് ബാറ്ററിയുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്, ചില റേഡിയോകൾ കറണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അത് പല രീതിയിലാണെങ്കിലും ഇലക്ട്രോണിക് മീഡിയയുടെ ഭാഗമായിട്ടാണ് റേഡിയോനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ TV എന്ന് പറയുന്നതും ഒരു ഇലക്ട്രോണിക് മാധ്യമമാണ്. ഈ 2 ചാപ്റ്ററാണ് ഈ പുസ്തകത്തിൽ ഞാൻ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നു. ട്രീസ മിസ് എടുക്കുന്ന 2 ചാപ്റ്ററുകൾ ഡിജിറ്റൽ മീഡിയയും അഡ്വർടൈസിങ്ങുമാണ്. ട്രീസ മിസ് നിങ്ങളോട് പറയും. അഡ്വർടൈസിങ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ലാസ്റ്റ് സെമസ്റ്ററിൽ, അതായത് 5th 4th നമ്മൾ ചർച്ച ചെയ്ത വിഷയം കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷനും അഡ്വർടൈസിങ്ങും ആയിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ അതിൻ്റെ ആവർത്തനമായിരിക്കും ആ ചാപ്റ്ററിൽ ഉണ്ടായിരിക്കുക. ഡിജിറ്റൽ മീഡിയയും നമ്മൾ കണ്ടതാണല്ലോ. നവമാധ്യമങ്ങളെന്ന് പറയുന്നത് വെബ്, ബ്ലോഗ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്, എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത് പോയിട്ടുള്ളതാണ് ജേർണലിസം ക്ലാസ്സുകളിൽ. എങ്കിലും അതിനുവേണ്ടി എഴുതുന്നത് എങ്ങനെ എന്നുള്ളൊരു വിഷയത്തിൽ അല്പം കൂടി കാര്യമായിട്ടുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ജേർണലിസത്തിലെ ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റുകളും ഇതിലേക്ക് എങ്ങനെ വാർത്തകൾ വരുന്നു എന്നുള്ളതൊക്കെയാണ് കണ്ടിരുന്നത്. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ, ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ റൈറ്റിംഗ് ഫോർ ദ മീഡിയ എന്ന പുസ്തകത്തിലേക്ക് വരുമ്പോൾ അഡ്വർടൈസിങ് എന്താണ്, അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടുള്ള ഗുണം എന്താണ്, അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടുള്ള ദോഷം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഒരു അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മൾ ഈ പ്രിൻ്റ് മീഡിയയിലൂടെ പഠിക്കും. റൈറ്റിംഗ് ഫോർ ദ മീഡിയയിലൂടെ പഠിക്കും. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്കാണ് ഈ ബുക്ക് പ്രത്യേകിച്ചും നിങ്ങളെ ക്ഷണിക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ഇനിയൊരു വലിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിന്ന് ഡയറക്റ്റായിട്ട് പ്രിൻ്റ് മീഡിയ എന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷൻ ടു മീഡിയ ആൻഡ് ദ മെസ്സേജ്. എങ്ങനെയാണ് മീഡിയയുടെ കടന്നുവരവ്, അല്ലെങ്കിൽ മീഡിയയിലൂടെ മെസ്സേജ് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്നു, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദ സെൻഡിങ് ആൻഡ് റിസീവിങ് ഓഫ് മെസ്സേജസ് ത്രൂ chosen channels is termed communication. The sender encodes the message and transmits it through a particular medium. The receiver decodes the message. Effective communication is a process where a message is received and clearly understood by the receiver. ഫസ്റ്റത്തെ സെമ്മിൽ
നിങ്ങൾ പഠിച്ച കമ്മ്യൂണിക്കേഷൻ എലമെൻറ്റ്സ്, ഹൗ ഡു യു ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ, ജോസഫ് എ ഡെവിറ്റോ തുടങ്ങി വിൽബർ ഷാമിൻ്റെയും ഉൾപ്പെടെയുള്ള പലരുടെയും ഡെഫിനിഷൻ നമ്മൾ കണ്ടതാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വിഷയത്തിൽ. ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സെൻഡറിൽ നിന്ന് ഒരു പർട്ടിക്കുലർ മെസ്സേജ് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ഏതെങ്കിലും ഒരു ചാനൽ ഉപയോഗപ്പെടുത്തി നോയ്സിൻ്റെ അകമ്പടിയോടെ എൻകോഡ് ചെയ്യപ്പെട്ട് പിന്നീട് അത് ഡീകോഡ് ചെയ്യപ്പെട്ട് റിസീവറിലേക്ക് എത്തി, റിസീവർ അതിന് ഫീഡ്ബാക്ക് കൊടുത്ത് റിസീവറിൽ അതിലൊരു ഇഫക്റ്റ് ഉണ്ടാക്കിയാൽ ഇതാണ് പൂർണ്ണമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. നമ്മളെല്ലാ കമ്മ്യൂണിക്കേഷൻ എലമെൻസിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തു. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സെൻഡിങ് ആൻഡ് റിസീവിങ് ഓഫ് മെസ്സേജസ് ത്രൂ എ ചൂസൺ ചാനൽ. ഏത് ചാനൽ വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ശബ്ദം മതിയോ, ആംഗ്യങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ, റിട്ടണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ, തീരുമാനിക്കേണ്ടത് നമ്മളാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ് അത് തീരുമാനിക്കേണ്ടത്. റിസീവറും സെൻഡറുമാണ് അത് തീരുമാനിക്കേണ്ടത്. ഞാൻ സെൻഡറാണ്, നിങ്ങൾ റിസീവറാണ്. നിങ്ങൾക്ക് ആർക്കും ചെവി കേൾക്കാൻ കഴിയില്ല. ഞാൻ സംസാരം എന്ന അല്ലെങ്കിൽ ശബ്ദം എന്ന ചാനൽ ചൂസ് ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളിലേക്ക് എൻ്റെ മെസ്സേജ് എത്തുമോ? ഞാൻ എത്ര ഓളിയിട്ടാലും എനിക്ക് ഓളിയിട്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒന്നും കേൾക്കാനായിട്ട് സാധ്യതയില്ല. അപ്പം ഞാനവിടെ എൻ്റെ മീഡിയം ചേഞ്ച് ചെയ്യണം. ഞാൻ ആംഗ്യങ്ങളിലൂടെ പറയണം. കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളേത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെയുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി നിങ്ങൾക്ക് തന്നതിന് ശേഷം നിങ്ങളത് വായിച്ച് മനസ്സിലാക്കണം. അല്ലേ നടക്കുള്ളൂ. ഇതാണ് അവർ പറയുന്നത്. ത്രൂ എ ചൂസൺ ചാനൽ, ഒരു ചാനൽ സെലക്ട് ചെയ്യണം. ഈസ് ടേംഡ് കമ്മ്യൂണിക്കേഷൻ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സെൻഡറും റിസീവറും ഒരു പർട്ടിക്കുലർ ചാനലിലൂടെ നടത്തുന്നത് എന്തോ അതിനെയാണ്, അല്ലെങ്കിൽ മെസ്സേജിനെ കൈമാറുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ദ സെൻഡർ എൻകോഡ്സ്. സെൻഡർ സെൻഡ് ചെയ്യുന്ന ആളാണല്ലോ എൻകോഡ് ചെയ്യേണ്ടത്. അയാളുടെ മനസ്സിലുള്ള ആശയത്തെ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാധ്യമത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ചാനലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കണം. പിന്നീട് റിസീവറിലേക്ക് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? റിസീവർ ഡീകോഡ് ചെയ്യണം മെസ്സേജിന്. കേൾക്കുകയാണ് ചെയ്യുക, ശബ്ദമായിട്ടാണ് റിസീവറിന് കിട്ടുന്നത്. അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മുടെ ബോധമണ്ഡലത്തിലാണ് എന്താണ് വായിച്ചതെന്ന് ക്ലിയർ ആവുന്നത്. അപ്പം അവിടെ ഞാനൊരു ഡീകോഡിങ് പ്രോസസ്സ് നടത്താണ്, തിരിച്ചതിനെ ആശയമാക്കി മാറ്റുകയാണ്. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. വെറുതെ കുറേ ശബ്ദം കേട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. ആ ശബ്ദം എന്താണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് എൻ്റെ തലച്ചോറിൽ നിന്ന് എനിക്ക് കിട്ടണം. മെസ്സേജ് എന്താണെന്ന് കിട്ടണം. ആ പ്രവർത്തനത്തെയാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് വേർ എ മെസ്സേജ് ഈസ് റിസീവ്ഡ് ആൻഡ് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ബൈ ദ റിസീവർ. ഒരു ഇഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും സെൻഡർ അയച്ച സാധനം കൃത്യവും വ്യക്തവുമായി റിസീവറിലേക്ക് എത്തുകയും അത് റിസീവർ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് ഒരു ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയെടുത്താൽ അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാവുന്നത്. ഞാൻ നിങ്ങളോട് പറയാണ്, നാളെ മുതൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഉണ്ട്. നാളെ എൻ്റെ ക്ലാസ് ഉണ്ടെന്നുള്ള എൻ്റെ ആശയം ഞാൻ ശബ്ദത്തിലൂടെ നിങ്ങളോട് പറഞ്ഞു. അപ്പം ഞാനത് ശബ്ദമാക്കി മാറ്റിയപ്പോൾ എൻ്റെ നാവിനെയും എൻ്റെ പല്ലിനെയും എൻ്റെ വായയെയും ഉപയോഗിച്ചുകൊണ്ട് ഞാനത് വാക്കുകളാക്കി പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് തന്നപ്പോൾ ആ വാക്കുകളിലേക്കുള്ള കൺവേർഷനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. നിങ്ങൾ കേൾക്കുകയാണ് ഒരു ശബ്ദം, നാളെ നിങ്ങൾക്ക് അരുൺ സാറിൻ്റെ ക്ലാസ് ഉണ്ട്. ഓക്കെ, കേട്ടു. കേട്ട കാര്യത്തെ ആശയമായിട്ട് മനസ്സിലാക്കി. ഓ,
നാളെ മുതൽ അയാളുടെ മോന്ത കാണണം. അങ്ങോരുണ്ടെന്നാണ് പറയുന്ന ക്ലാസ്. ഈ മനസ്സിലാക്കിയെടുക്കലാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡീകോഡിംഗ് എന്ന് പറയുന്ന പ്രവർത്തനം. നാളെ മുതൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സിന് തയ്യാറായിട്ട് വരുമ്പോൾ ഇഫക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ആയി, അവിടെ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയായി. മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഇവിടെ വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അല്പം കൂടി ഇതായിട്ട് പറഞ്ഞു എന്ന് മാത്രം. നോ മെസ്സേജ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് കംപ്ലീറ്റ്ലി ആൻഡ് ഇൻ ദ സെൻസ് ദ സെൻഡർ ഇൻറ്റൻഡഡ്. The sender at the time of sending the message cannot ascertain how it may be interpreted by the receiver. The same set of words mean different things to different receivers. The receiver's level of education, culture, background and emotions play an important part in the decoding of message. ഒരു മെസ്സേജും പൂർണ്ണമായിട്ട് റിസീവർ ഉദ്ദേശിച്ച അതേ ഇൻറ്റൻസിറ്റിയോട് കൂടി നിങ്ങൾക്ക് സെൻഡർ ഉദ്ദേശിച്ച അതേ ഇൻറ്റൻസിറ്റിയോട് കൂടി നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതിനൊരു വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ. കാരണം നിങ്ങളുടെ പഠന നിലവാരം, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുന്ന രീതി, നിങ്ങളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സോഷ്യലൈസേഷൻ, ഇതെല്ലാം ഈ ഒരു മെസ്സേജിനെ മനസ്സിലാക്കുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തും. എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുകയാണ്. 3-4 തരം കാറ്റഗറി ആൾക്കാരുണ്ടായിരിക്കും. ചോദ്യം ചോദിച്ചാൽ ഒരു കാറ്റഗറിയുടെ മറുപടി. ഈ തല ഇങ്ങനെ താഴ്ത്തി നിൽക്കും, മുഖത്തേക്ക് പോലും നോക്കില്ല, കാരണം അവർക്ക് അറിയില്ല ഒന്നും. രണ്ടാമത്തെ ഒരു വിഭാഗം ചോദ്യം കേട്ട വഴിക്ക് ഇറ്റ് കുഡ് ബി ദ ദാറ്റ് മീൻസ് ഇറ്റ്സ് ഉത്തരം അറിയില്ല, പക്ഷേ എനിക്കെന്തോ അറിയാമെന്ന് അധ്യാപകനെ ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതെങ്കിലും 1-2 വാക്ക് അധ്യാപകൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ ആ 2 വാക്കുകൊണ്ട് ആളുടെ കാര്യം നടക്കില്ല. കാരണം ആൾക്ക് അറിയൊന്നുമില്ല. അയ്യോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് മറന്നുപോയി എന്ന് എന്നെ ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തും. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. വാട്ട് ഡു യു മീൻ ബൈ കമ്മ്യൂണിക്കേഷൻ എന്നൊരു ചോദ്യം ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ദാറ്റ് എ മെസ്സേജ് സെൻഡ് ബൈ എ പേഴ്സൺ to another person, that person called receiver, and noise, channel and context, encoding and decoding by the receiver, effect alla feedback by the receiver to the sender, and with some effect. മുറിച്ചും തട്ടിയും കുട്ടിയും എങ്ങനെയൊക്കെയോ കാര്യം ആശയത്തിലേക്ക് എത്തും. നാലാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ മീൻസ് ദാറ്റ് എ തോട്ട് ഓർ എ മെസ്സേജ് സെൻഡ് ബൈ എ സോഴ്സ് to a receiver within a context with the help of a particular channel, with the disturbances of allengil with some noise, and it's reached to the receiver and comes back a feedback from the receiver with some opportunity for feedback.
ഇങ്ങനെ പഠിച്ചൊരാൾക്ക് ചിലപ്പോൾ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 3-4 കാറ്റഗറി ആയിട്ടാണ് ഇത് വരുന്നത്. എന്താ കാരണം? അവിടെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ വാചകങ്ങൾ ഇതിനെ ബേസ് ചെയ്യുന്നത്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഇമോഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം എന്താ അറിയോ, മൂന്നാമത് പറഞ്ഞ കാറ്റഗറി ഇല്ലേ, മുക്കി മൂളിയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അവരിലെ ഇമോഷൻ പേടിയാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ മീൻസ് ഇറ്റ്സ് ഞാൻ പറയാം ഇതവരിൽ ചോദ്യം പെട്ടെന്ന് വന്നപ്പോൾ ഉണ്ടായ ആ പേടി എന്ന് പറയുന്ന ഇമോഷൻ അവരെ ഓവർകം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഓവർലോഡഡ് ആയിട്ട് വന്നതുകൊണ്ടാണ് അവർക്ക് അവിടെ വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളുടെ കൾച്ചറും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവലും ഒക്കെ കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്യും. അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു വാക്കറിയില്ല എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ നാളെ വന്നിട്ട് ഫ്രഞ്ചിലാണ് സംസാരിക്കുന്നതെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. ദൈവം സഹായിച്ച് എനിക്ക് ഫ്രഞ്ച് അറിയില്ല, അത് വേറെ വിഷയം. ഞാനൊരു ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഫ്രഞ്ചിലോ സ്പാനിഷിലോ ഞാൻ വന്നിട്ട് നാളെ ക്ലാസ് എടുക്കുകയാണ്, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവും? മനസ്സിലാവാത്തതിൻ്റെ കാരണം എന്താ? നിങ്ങൾ ആ വിഷയം പഠിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷനാണ് അവിടെ വരുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് ആ വിഷയത്തിൽ പ്രാഗൽഭ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഉദ്ദേശിച്ച അതേ എസൻസിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ അപ്പുറത്തെത്തിക്കൊള്ളണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അതിൻ്റെ മനസ്സിലാക്കുന്ന തലങ്ങളിൽ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അത് റിസീവ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചായിരിക്കും ആ വ്യത്യാസം വരാനുള്ള സാധ്യത. ക്ലിയർ അല്ലേ? ഇൻ ദി ഏരിയ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, എ മെസ്സേജ് ഹാസ് ടു ബി എൻകോഡഡ് വിത്ത് കെയർ ആസ് ദ റിസീവർ ഈസ് അൺനോൺ. The reaction of the receivers may be vary. For example, a cartoon in a newspaper, which is a blend of verbal and non-verbal communication, may be the political workers of one party happy, and at the same time it may outrage others. In the world of mass communication, misinterpretation of messages can cause conflict across at political, economic and social cross sections of the society. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസേജാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അല്ല റിസീവർക്ക് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യും. പലപ്പോഴും പല യുദ്ധങ്ങൾക്ക് പോലും തുടക്കം കുറിക്കപ്പെടുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ കമ്മ്യൂണിക്കേറ്റർ ആൻഡ് ദ റിസീവറാണ്. അതെങ്ങനെ കോൺഫ്ലിക്റ്റിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. ഇപ്പം ഞാനൊരു കാര്യം പറയാണ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ ലീഡർ, ആ പൊളിറ്റിക്കൽ ലീഡർ പറയാണ്, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു ലീഡർ പറയാണ്, മുൻകാല ഗവൺമെൻറ്റുകൾ മുന്നോട്ട് വെച്ച നല്ല പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോയിക്കൊണ്ട് എല്ലാം തങ്ങളുടെ ഗവൺമെൻറ്റാണ് ആരംഭിച്ചത് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മേൽക്കോയ്മ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ ഇത്തരം പൊള്ളയായ കെട്ടിച്ചമയ്ക്കപ്പെട്ട കഥകൾ വിശ്വസിക്കുന്നു. ഇതൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വിചാരിക്കും. ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ടാവും. കോൺഗ്രസ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുടെ ബാക്കിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഈ ഗവൺമെൻറ് പുതിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അമർഷം വരും.
അതെങ്ങനെ ശരിയാവും? ഞങ്ങളുടെ ഗവൺമെൻറ് ജനങ്ങൾക്ക് 1 രൂപയ്ക്ക് അരി കൊടുത്തു, ജനങ്ങൾക്ക് 1300 രൂപ ക്ഷേമ പെൻഷൻ അനുവദിച്ചു. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത് അതിനെ കൃത്യമായിട്ട് തടഞ്ഞു നിർത്താനായിട്ട് ഗവൺമെൻറ് ശ്രമം നടത്തി. നിപ്പ വന്നപ്പോൾ ഗവൺമെൻറ് ശക്തമായിട്ട് ഇടപെട്ടു. എന്നിട്ടും സ്റ്റേറ്റ്മെൻറ്റ് വന്നത് ഇങ്ങനെ. മനസ്സിലാക്കുന്നതിലുള്ള വ്യത്യാസമാണ്. ഇനി ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇതിനെ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. പല പ്രവർത്തനങ്ങൾക്കും ആ ഗവൺമെൻറ് തുടക്കം കുറിച്ചുണ്ടായിരുന്നു, പക്ഷേ ഈ ഗവൺമെൻറ്റാണ് അത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വേറെയും പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ പഴയ ഗവൺമെൻറ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് പറയാനാണ് ഇദ്ദേഹം ശ്രമിച്ചത് എന്ന് വേണമെങ്കിൽ വിചാരിച്ച പ്രശ്നം തീർന്നില്ലേ? 2 കൂട്ടർക്കും സങ്കടമില്ല. അങ്ങനെ വിചാരിക്കില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആൾക്കാർ വേറെ വേറെ രീതിയിലാണ് എടുക്കുക. ഇപ്പോൾ ഒരു കാർട്ടൂൺ വന്നു, ആ കാർട്ടൂണിൽ ചിലപ്പോൾ 2 പേര് നിന്ന് സംസാരിക്കുകയായിരിക്കും. അപ്പോൾ അന്നത്തെ ഏതെങ്കിലും ഒരു വാർത്ത എടുത്തിട്ടായിരിക്കും കാർട്ടൂണൈസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഒരാൾ പറയും, ശിവശങ്കറിനെ ഒരു രീതിയിലും പിന്താങ്ങില്ലെന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ കാർട്ടൂൺ കഥാപാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അതിലെ പ്രമുഖ കഥാപാത്രം എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ ആ സെക്കൻഡറി പേഴ്സൺ പറയും, എന്ത് കിട്ടാനുള്ളത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്താങ്ങാതിരിക്കുന്നതല്ലേ നമുക്ക് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മുഖ്യമന്ത്രിക്ക് ശിവശങ്കറുമായിട്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നാണ്. ഈ കാർട്ടൂൺ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കാം. പിന്നെ അതിനൊരു തമാശയായിട്ട് എടുത്തു കഴിഞ്ഞാൽ വിഷയം അവിടെ തീർന്നു. ഒരു കോമഡിക്ക് വേണ്ടി ആരോ എന്തോ പറഞ്ഞു, അത് അങ്ങനെ അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ മതി. അതിന് കൂടുതലൊരു വെയിറ്റേജ് നമ്മളായിട്ട് കൊടുക്കാതിരുന്നാൽ മതി. Propaganda is deliberate effort by the sender to color fact in order to mold public opinion on a particular issue. It is widely used during periods of conflict. പല സമയത്തും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനായിട്ട് ചില ആൾക്കാർ പ്രൊപ്പഗാൻഡ തിരഞ്ഞെടുക്കും. പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിഡൻ അജണ്ട. ചില സമയങ്ങളിൽ കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ആൾ, ഇപ്പോൾ ഞാൻ കമ്മ്യൂണൽ ഇഷ്യൂ ആയില്ലെങ്കിലും ഇവിടെ ദേശവ്യാപകമായിട്ട് ആളുകൾ ഇടപെട്ട ഒരു വിഷയത്തെക്കുറിച്ച് പറയാം. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെക്കുറിച്ച് സുപ്രീം കോടതി നടത്തിയ വിധി, അതിൻ്റെ പിന്നാലെ നാമജപ ഘോഷയാത്രകളുമായിട്ട് കേരളത്തിലെ സമൂഹം മുഴുവനെന്ന് പറഞ്ഞോണം, മുഴുവനെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും തന്നെ തല്ലും, ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷം തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ആ തെരുവിലിറങ്ങി അവർ പ്രതിഷേധിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചിലർ മെസ്സേജ് കൊടുക്കും. ഇപ്പം ശശികല അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ പോലെയുള്ള ആൾക്കാർ മെസ്സേജ് കൊടുക്കും. അപ്പോൾ അവർ പറയും തീവ്രമായിട്ടുള്ള ഹിന്ദു വിരുദ്ധതയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും സുപ്രീം കോടതിയും ചേർന്ന് ഇന്നലെ നടപ്പിലാക്കിയ വിധിയിലൂടെ പ്രകടമാക്കുന്നത്. ഇത് ഹിന്ദുവിനെതിരെയുള്ള വെല്ലുവിളിയാണ്. കൂട്ടായ്മ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ സമൂഹം ഇതിനെതിരെ പടപൊരുതാൻ തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഹിന്ദു എന്ന രീതിയിൽ, ഈ വിധിയോട് എതിർപ്പുള്ള വ്യക്തി എന്ന രീതിയിൽ അയാളുടെ ഉള്ളിലെ തീ ആളിക്കത്താനും അയാളതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു ആവേശം ഏറ്റെടുത്തുകൊണ്ട് പ്രതികരിക്കാനും തയ്യാറാവും. ആ പ്രതികരണമാണ് പ്രശ്നം. നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇയാൾ പ്രതികരിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അപ്പം ചില സമയങ്ങളിൽ ചില പ്രൊപ്പഗാൻഡ തയ്യാറാക്കും, ഒരു ഹിഡൻ അജണ്ട തയ്യാറാക്കും. നമുക്ക് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാം, അത് ആൾക്കാരിൽ ആവേശം കൊള്ളിക്കട്ടെ, അത് ചിലപ്പോൾ ആ കോൺഫ്ലിക്റ്റിനെ യുദ്ധത്തിലേക്കൊക്കെ നയിക്കാനായിട്ട് കാരണമായി തീരും. വെൻ the sender uses various channel of communication, mass communication to send message to get commercial benefit,
ഇറ്റ് ഈസ് കോൾഡ് അഡ്വർടൈസിങ്. ചില സമയങ്ങളിൽ സെൻറ്റർ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. എന്തുവഴി? അദ്ദേഹത്തിനൊരു കൊമേഴ്ഷ്യൽ ബെനിഫിറ്റ്, ഇക്കണോമിക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അതിനെയാണ് നമ്മൾ അഡ്വർടൈസിങ് എന്നും വിളിക്കുന്നത്. വി ആർ ലിവിങ് ഇൻ ദ വേൾഡ് ഓഫ് ദാറ്റ് ഈസ് മൾട്ടി കൾച്ചറൽ. In the world of mass communication, mass media, extreme care has to be taken not to wound the sensibilities of any group or section of society. നമ്മളിപ്പോൾ ജീവിക്കുന്നത് പലതരം കൾച്ചറുകൾ, പലതരം മതങ്ങൾ, പലതരം ആചാര അനുഷ്ഠാന രീതികൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, അവരുപയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഒരാളുടെ മതത്തിൻ്റെയോ വികാരത്തിൻ്റെയോ മേലുള്ള കടന്നാക്രമണമായി തീർന്നാൽ അത് വലിയ പ്രശ്നമായിട്ട് പിന്നീട് മാറും. ദെൻ ഇൻട്രൊഡക്ഷൻ ടു പ്രിൻ്റ് മീഡിയ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. 2.1 ഉണ്ട്, 2.2 ഉണ്ട്, 2.3 ഉണ്ട്, 2.4 ഉണ്ട്, 2.3.1 ഉണ്ട്, 2.4 ഉണ്ട്, 2.5 ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം പ്രിൻ്റ് മീഡിയയിലേക്ക് നിങ്ങളെ കടത്തുന്നു. അത് കഴിഞ്ഞ് പ്രിൻ്റ് മീഡിയയുടെ ഓരോരോ ഘട്ടങ്ങളായിട്ട് 2.1, 2.3, 2.3, 2.4 എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. Introduction to print media. The history of newspaper can be traced back to the Roman civilization. They were first to realize the value of recording daily happening like marriages, deaths and other important public events. They would write the information and paste these up in the public places. റോമൻ സംസ്കാരത്തിലാണ് ആദ്യമായിട്ട് കാലഘട്ടത്തിലെ വിഷയങ്ങളെ റെക്കോർഡ് ചെയ്യുന്ന രീതി. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ, മാരേജോ ഡെത്ത് സെറിമണിയോ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് ഇന്നിവിടെ ഇന്ന സ്ഥലത്ത് ഇന്നൊരു കാര്യം നടക്കാൻ പോകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് പങ്കെടുക്കാം. ഇത്തരത്തിലൊരു മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ശ്രമിച്ചത് ഈ റോമൻ എംപയറിലാണ്. അതിനെ വിളിച്ചിരുന്ന പേരാണ് ആക്റ്റ ഡയർണ. ഇറ്റ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ or the first newspaper to be called that. ന്യൂസ്പേപ്പർ എന്ന് വിളിക്കാവുന്ന ആദ്യത്തെ പ്രസിദ്ധീകരണം എന്ന് വിളിക്കാവുന്നത് ഈ ആക്റ്റ ഡയർണയാണ്. Newspaper as we see them today started taking shape with the introduction of printing press in the late 15th century. People started exploiting the news invention to give expression to their idea on both religious as well as secular matters. Dissemination of information became cheap and power of the written word was recognized. Pamphleteering was used to spread information, but it was done on an irregular basis. It later assumed the form of regular publication. ആദ്യ കാലഘട്ടത്തിലൊക്കെ തൊട്ട് ഇത്തരത്തിലെ ആൾക്കാരിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഐഡിയകൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പാം ലെറ്റർ എന്ന് പറയുന്നത്. പാം ലെറ്റർ എന്ന് പറയുന്നത് ഒരു തരത്തിൽ ലഘുലേഖകളുടെ വിതരണമാണ്. എനിക്കൊരു ചെറിയ കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ടെങ്കിൽ അത് ഞാനൊരു ആശയമായിട്ട് നിങ്ങളിലേക്ക് തരുന്ന പ്രവർത്തനത്തെയാണ് എന്തെന്ന് പറയുന്നത്, പാം ലിറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാംലെറ്റുകൾ വിതരണം ചെയ്യുന്നത്, എനിക്കൊരു കാര്യം നിങ്ങളോട് ഇന്ന് പറയാൻ തോന്നി, നാളെ എനിക്കത് തോന്നിക്കൊള്ളണമെന്നില്ല, മറ്റന്നാളും തോന്നിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ എനിക്കൊരു 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും തോന്നുക. അപ്പം ഞാൻ ആ ആശയത്തെ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതൊരു റെഗുലാരിറ്റി ഇല്ല. ന്യൂസ് പേപ്പർ എപ്പോഴും റെഗുലർ ആയിരിക്കണം. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ വീണ്ടും ആവർത്തിച്ച് വരണം. അപ്പം അങ്ങനെയാണ് പ്രസ് ആരംഭിക്കുന്നത് എന്നുള്ളത് വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുള്ളൂ. ഡെവലപ്മെൻറ്റ് ഓഫ് പ്രസ്സും ഓഡിയൻസ് ഫോർ ദ ന്യൂസൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, തുടക്കം മാത്രമാണ്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും കഴിയുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ആ ഒരു താല്പര്യത്തോടു കൂടി ഇതിനെടുക്കുക, നല്ല മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും.
ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.